നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നതുത്തമം. എല്ലാവർക്കും നമസ്കാരം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ സദാചാരം എന്ന കൃതിയിലെ ആദ്യത്തെ വരികളാണിത്. സത്തുക്കളുടെ ആചാരം എങ്ങനെയായിരിക്കണം എന്നാണ് ഗുരു ഈ കൃതിയിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. നമ്മെ സത്യത്തിലേക്ക് അഥവാ സത്യത്തിലേക്ക് ചേർത്ത് നിർത്തുവാൻ എന്തൊക്കെ ആചാരങ്ങളാണ് നാം ജീവിതത്തിൽ പാലിക്കേണ്ടത്, അതൊക്കെയാണ് ഗുരു ഈ സദാചാരം എന്ന വിശിഷ്ടമായ കൃതിയിലൂടെ സമൂഹത്തെ ഉദ്ബോധിപ്പിക്കുന്നത്. ഗുരു ആദ്യമേ തന്നെ പറയുന്നു, നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്. നമ്മൾ ഒരാൾ നമുക്ക് ചെയ്ത അല്ലെങ്കിൽ ഈ സമൂഹത്തിന് ചെയ്ത നല്ല കാര്യങ്ങളെ നാം വിസ്മരിക്കുന്നത് അഥവാ മറന്നു കളയുന്നത് ഒരിക്കലും നല്ലതല്ല എന്ന് ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് മറ്റൊരു കാര്യം കൂടി പറയുന്നു, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നത് ഉത്തമം. എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ, നല്ലതല്ലാത്തത് വ്യക്തിപരമായോ സാമൂഹികമായോ നല്ലതല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഒരാൾ നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുടനെ മറന്നിടുക. ഒട്ടും മനസ്സിൽ വെക്കാതെ അത് മറന്നു കളയുന്നതാണ് ഉത്തമം, ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത്, നമ്മെ സത്യനോട് അടുപ്പിക്കുന്ന മാർഗം. അപ്പോൾ ഗുരു നമ്മുടെ ഓർമ്മയെയും മറവിയെയും എങ്ങനെ ക്രമീകരിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. നല്ലതല്ലാത്ത കാര്യങ്ങൾ മറന്നു കളയുക. നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്നും ഓർത്ത് വെക്കുക. സാധാരണ ഈ തത്വം ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയുണ്ട്. രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ യാത്ര ചെയ്തപ്പോൾ ആ യാത്രയിൽ സുഹൃത്തുക്കൾ തമ്മിൽ വഴക്ക് പിടിക്കുവാനും പിണങ്ങുവാനും ഇടയായി. വഴക്ക് കൂടിയ സമയത്ത് വലിയ ബഹളത്തോടു കൂടി ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ വടിയെടുത്ത് അടിക്കുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഈ യാത്രയിൽ ഈ സുഹൃത്ത് ഒരു നദീതീരത്തു കൂടി നടന്നു പോയപ്പോൾ സുഹൃത്ത് ഇത് മണലിൽ എഴുതി വെച്ചു. അടി കൊണ്ട സുഹൃത്ത് മണലിൽ എഴുതി വെച്ചു, എൻ്റെ സുഹൃത്തായ ഈ വ്യക്തി എന്നെ ഇന്ന് വളരെയധികം ദ്രോഹിച്ചു, കഷ്ടപ്പെടുത്തി എന്ന് മണലിൽ എഴുതിക്കൊണ്ടേ പോയി. മറ്റു സുഹൃത്ത് അതെല്ലാം വീക്ഷിച്ചു കൊണ്ടിരുന്നു. പിറ്റേ ദിവസം യാത്ര തുടർന്നപ്പോൾ ഈ സുഹൃത്തിന് വലിയ ആപത്ത് വന്നു. ഒരു നദി നീന്തി കടന്നപ്പോൾ ഒഴുക്കിൽപ്പെട്ട് ഈ സുഹൃത്ത് ഒഴുകിപ്പോയി. ഇത് കണ്ടിട്ട് നേരത്തെ ഉപദ്രവിച്ച അതേ സുഹൃത്ത് തന്നെ വളരെ കഷ്ടപ്പെട്ട് നീന്തി ഈ സുഹൃത്തിനെ രക്ഷിക്കുകയുണ്ടായി. വലിയ ഒഴുക്കിൽ നിന്ന് ജീവൻ രക്ഷിച്ച് കരയ്ക്ക് കൊണ്ടുപോയി. അങ്ങനെ ബോധം വീണ് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് തന്നെ പരിചരിച്ചുകൊണ്ട് ഈ സുഹൃത്തായ അദ്ദേഹം പരിചരിക്കുന്നു. ഇത് കണ്ട് അദ്ദേഹം ബോധം ഒക്കെ വന്നു. വീണ്ടും യാത്ര തുടർന്നപ്പോൾ പാറക്കെട്ടുകളിലൂടെ യാത്ര തുടർന്നപ്പോൾ എവിടെ നിന്നോ ഒരു ഉളി സംഘടിപ്പിച്ച് അദ്ദേഹം നടന്നുപോയ പാറകളിലെല്ലാം എഴുതി വെച്ചു, എൻ്റെ സുഹൃത്തായ ഇന്ന വ്യക്തി എൻ്റെ ജീവൻ രക്ഷിച്ചു എന്ന് പാറകളിൽ കൊത്തിവെച്ചു. ഇതും സുഹൃത്ത് കണ്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് രണ്ടിൻ്റെയും അർത്ഥം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എനിക്ക് നന്മ ചെയ്തപ്പോൾ, ഉപകാരം ചെയ്തപ്പോൾ
ഞാനിതാ പാറകളിൽ എന്നും നിലനിൽക്കുന്ന രീതിയിൽ കൊത്തിവെക്കുകയാണ്. പക്ഷേ നീ ചെയ്ത ദ്രോഹം എനിക്ക് ഉപദ്രവം ചെയ്തപ്പോൾ അത് ഞാൻ വെറും മണലിലാണ് എഴുതി വെച്ചത്. അതൊരു കാറ്റ് വന്നാലോ വെള്ളം വന്നാലോ അതുടനെ മാഞ്ഞു പോകും. പക്ഷേ നീ ചെയ്ത നന്മ ഒരിക്കലും മാഞ്ഞു പോകാത്ത വിധത്തിൽ ഞാൻ ഇതാ പാറയിൽ കൊത്തിവെച്ചിരിക്കുന്നു. അപ്പം അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും നന്മകളെ മാത്രം നമ്മൾ സഞ്ചയിച്ച് വെക്കുക. നമ്മുടെ ജീവിതയാത്ര സുഖവും ദുഃഖവും നന്മകളും തിന്മകളും നിറഞ്ഞതായിരിക്കുമ്പോൾ ആ യാത്രയിൽ നാം സഞ്ചിയിൽ ശേഖരിച്ച് കൊണ്ടുപോകേണ്ടത് നന്മകളെ ആയിരിക്കണം. അതിനാണ് ഗുരു ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് നിറഞ്ഞ ഒരു നന്മയുടെ സഞ്ചി അഥവാ ഭണ്ഡാരമായിരിക്കണം. അതുമായി നാം യാത്ര തുടരാൻ വേണ്ടിയാണ് ഗുരു ഓർമ്മിപ്പിക്കുന്നത്. നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്. അപ്പോൾ ഓർമ്മയിൽ മുഴുവൻ നല്ല കാര്യങ്ങളെ ഓർമ്മയിൽ നിലനിർത്തുവാൻ സാധിക്കണം. നല്ലതല്ലാത്തതിനെ ഉടനെ മറക്കുവാനും സാധിക്കണം. ധർമ്മം ജയിക്കുന്നു, സത്യം ജയിക്കുന്നിങ്ങു സർവദാ, അധർമ്മവും ജയിക്കുന്നില്ല അസത്യവുമൊരിക്കലും. സദാചാരം എന്ന കൃതിയിലെ രണ്ടാമത്തെ പദ്യമാണിത്. ഗുരു പറയുകയാണ്, ധർമ്മം ജയിക്കുന്നു, സത്യം ജയിക്കുന്നിങ്ങ് സർവദ, അധർമ്മവും അസത്യവും ഒരിക്കലും ജയിക്കുന്നില്ല. ഗുരുവിടെ ധർമ്മത്തിൻ്റെ മൂല്യം ഉയർത്തി കാണിക്കുന്ന വിശിഷ്ടമായ പദ്യമാണിത്. സർവദാ ധർമ്മം ജയിക്കുന്നു, സർവദാ സത്യം ജയിക്കുന്നു. എല്ലായ്പ്പോഴും ലോകത്ത് ആത്യന്തികമായ ജയം ഉണ്ടാകുന്നത് സത്യത്തിന് ആയിരിക്കും, ധർമ്മത്തിന് ആയിരിക്കും. ഏതെല്ലാം തരത്തിൽ സത്യത്തിനെ മൂടിവെക്കാൻ ശ്രമിച്ചാലും ധർമ്മത്തെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ഒരു കാലം കഴിയുമ്പോൾ ആ മറ നീക്കി സത്യം വെളിപ്പെടുക തന്നെ വരും, പുറത്ത് വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അനേകം ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. പലരും മൂടിവെച്ചിട്ടും സത്യം പുറത്തു വന്നിട്ടുള്ള കഥകൾ നമുക്കറിയാം. ഈ പരമാർത്ഥം തന്നെയാണ് ഗുരു ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. സത്യം ജയിക്കുന്നു. അപ്പോൾ നാം സർവദാ ജയം കാക്ഷിക്കുന്നു എങ്കിൽ, എല്ലായ്പ്പോഴും വിജയത്തെ ആഗ്രഹിക്കുന്നു എങ്കിൽ നാം പിന്തുടരേണ്ടത് സത്യത്തെ ആയിരിക്കണം, ധർമ്മത്തെ ആയിരിക്കണം. ധർമ്മം എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു നാമം അല്ല, നമ്മുടെ പ്രവൃത്തി രൂപത്തിലുള്ള ഈശ്വരനെ തന്നെയാണ് ഗുരു ധർമ്മം എന്ന് പലയിടത്തും വിവക്ഷിച്ചിട്ടുള്ളത്. ഗുരുവിൻ്റെ വത്സല ശിഷ്യനായിരുന്ന ശ്രീ സഹോദരൻ അയ്യപ്പൻ ഗുരുവിന് മഹാവാക്യം പോലുള്ള ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന വാക്യത്തെ തിരുത്തി പറയുകയുണ്ടായി ഒരു സന്ദർഭത്തിൽ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്നാക്കി പലയിടത്തും പോയി അയ്യപ്പൻ പ്രസംഗിക്കുകയുണ്ടായി. പലരും ഇത് ഗുരുവിൻ്റെ ചെവിയിലെത്തിച്ചു. അങ്ങയുടെ ശിഷ്യനെന്ന് അഭിമാനിക്കുന്ന സഹോദരൻ അയ്യപ്പൻ എന്താണ് പ്രസംഗിച്ചു നടക്കുന്നത് സ്വാമി? അങ്ങയുടെ തിരുവാണികളെ തന്നെ അയ്യപ്പൻ മാറ്റി പറഞ്ഞിരിക്കുകയാണല്ലോ, എന്താ ചെയ്യുക എന്ന് ഗുരുവിൻ്റെ അടുത്ത് പലരും പരിതപിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, അയ്യപ്പൻ്റെ വാക്കിൽ ദൈവം ഇല്ലെങ്കിലും, കാരണം ദൈവമില്ലെന്നാണ് അയ്യപ്പൻ പറയുന്നത്,
ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്നാണ് പറയുന്നത്. ദൈവം ഇല്ലെങ്കിലും പ്രവൃത്തിയിൽ ദൈവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഗുരു ഇവിടെ കാണുന്ന പ്രവൃത്തിയിലെ ദൈവമാണ് ധർമ്മം എന്ന് പറയുന്നത്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് അയ്യപ്പന് പറയുമ്പോഴും അടുത്ത വരിയിലൂടെ സഹോദരൻ അയ്യപ്പൻ പറയുന്നുണ്ട്, വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം. നമ്മൾ കാണുന്ന ദൈവസങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള പരമമായ ദൈവത്തെയാണ്, പരമമായ ധർമ്മത്തെയാണ് സഹോദരൻ ഇവിടെ മുറുകെ പിടിച്ചിരിക്കുന്നത്. ആ ധർമ്മമാണ് അയ്യപ്പൻ്റെ ദൈവം. ആ ധർമ്മസ്വരൂപനായ ഗുരു തന്നെയാണ് അയ്യപ്പൻ്റെ വഴികാട്ടിയായ ദൈവം. അപ്പം അത്തരത്തിലുള്ള മറ്റ് ദൈവസങ്കല്പങ്ങളെ എല്ലാം അതിവർത്തിച്ച് ധർമ്മമാകുന്ന ദൈവത്തെ സമാശ്രയിക്കാനും ധർമ്മ ആചരണത്തിലൂടെ ദൈവത്തിൽ വിലയം പ്രാപിക്കാനും ധർമ്മത്തിലൂടെ ആ ദൈവത്തിൻ്റെ സ്വരൂപമായ സച്ചിദാനന്ദ സ്വരൂപത്തെ ജീവിതത്തിൽ അനുഭവിക്കാനുമാണ് ഗുരു നമുക്ക് ധർമ്മ വഴി കാണിച്ചു തരുന്നത്. പിന്നീട് പറയുന്നു, അധർമ്മവും ജയിക്കുന്നില്ല, അസത്യവും ഒരിക്കലും ജയിക്കുന്നില്ല. നാം അധർമ്മത്തിൻ്റെ പക്ഷത്തിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ, അസത്യത്തിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്കൊരിക്കലും ജയം ഉണ്ടാകുകയില്ല. നമ്മുടെ ജീവിതം സദാ പരാജയത്തിൻ്റെ മാർഗത്തിലൂടെ പരാജയ ഗർത്തത്തിലേക്ക് നാം നിബദിക്കുന്നതാണ്. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഈ സന്ദേശത്തിന്, സദാചാരത്തിലെ രണ്ടാമത്തെ പദ്യത്തിന് എക്കാലത്തും സാർവലൗകികമായ പ്രസക്തിയാണുള്ളത്. ധർമ്മം ജയിക്കുന്നു, സത്യം ജയിക്കുന്നിങ്ങ് സർവദാ, അധർമ്മവും ജയിക്കുന്നില്ല, അസത്യവും ഒരിക്കലും. നെല്ലിന്നു നീരുവിട്ടീടിൽ പുല്ലിനും പോയിടുന്നത്, കല്ലിലത്രേ ജലം നെല്ലിൽ ചെല്ലും വഴി ചെറുക്കുകിൽ. ഒരു ഉപമയിലൂടെ ഒരു മഹത്തായ തത്വം നമ്മെ പഠിപ്പിക്കുകയാണ്. നാം സാധാരണ കണ്ടിട്ടുള്ള ലൗകികമായ ഒരു ഉദാഹരണമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നെല്ലിനു നീര് വെട്ടിയിടിൽ പുല്ലിനും പോയിടുന്നത്. സാധാരണ കൃഷിയിടങ്ങളിൽ, വയലുകളിൽ ഒക്കെ നെല്ലിനു വേണ്ടി ജലം ഒഴുക്കി വിടുകയാണെങ്കിൽ പ്രത്യേകമായ നീർച്ചാലിലൂടെ വഴിവെട്ടി, ചാല് വെട്ടി ജലം നെല്ലിലേക്ക്, നെൽവയലിലേക്ക് ജലം ഒഴുക്കുകയാണെങ്കിൽ അത് പുല്ലിനും പോയിടുന്നു. അത് പുല്ലിനും പോയിടും. നെല്ലിന് സമീപത്തുള്ള, നെല്ലിനൊപ്പം വളരുന്ന കളകൾക്കും ആ ജലം പ്രയോജനപ്പെടും. നെല്ല് എങ്ങനെയാണോ ആ ജലത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് വളർന്ന് പാകമാകുന്നത്, അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഉപരിയായി ആ ജലം സ്വീകരിച്ചുകൊണ്ട് കളകളും പെട്ടെന്ന് കിളിർത്ത് വരും. അപ്പോൾ അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. ആ ജലം നെല്ലിന് പ്രയോജനപ്പെടുന്നത് പോലെ തന്നെ പുല്ലിനും പോയിടുന്നത്. പുല്ലുകളും ആർത്ത് പിടിക്കുന്നു, പുല്ലിനും അത് പ്രയോജനം ചെയ്യുന്നു എന്ന് കരുതി നെല്ലിലേക്കുള്ള ജലപ്രവാഹത്തെ തടസ്സപ്പെടുത്തിയാലോ? കല്ലിലത്രേ ജലം നെല്ലിൽ ചെല്ലും വഴി ചെറുക്കുക. നെല്ലിലേക്കുള്ള ആ വഴിയെ കല്ലുപയോഗിച്ച് ചെറുത്ത് നിർത്തുകയാണെങ്കിൽ, തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അതാർക്കും പ്രയോജനമില്ലാതെ, നെല്ലിനും പ്രയോജനമില്ലാതെ, പുല്ലിനും പ്രയോജനമില്ലാതെ അത് കല്ലിൽ തന്നെ സ്ഥിതി ചെയ്യും. ഓവ് തടഞ്ഞു വെച്ച ആ കല്ലിൽ തന്നെ ജലം കെട്ടി നിന്ന്
പ്രയോജനം ഇല്ലാത്തതായി ജലം അവിടെ കെട്ടി നിൽക്കും. അപ്പോൾ വലിയൊരു നന്മയാണ് ഗുരു ഇവിടെ കാണിച്ചു തരുന്നത്. നമ്മുടെ പ്രവൃത്തികളാകുന്ന ജലം എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന തരത്തിൽ ഒഴുക്കി വിടുക. നന്മകൾ അത് ദുഷ്ടന്മാർക്ക് നമ്മൾ ചെയ്യുന്ന നന്മ കൊണ്ട് ഗുണം കിട്ടുമല്ലോ എന്ന് കരുതിയാൽ നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ പ്രകൃതിയെ ഒരു ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രകൃതിയിൽ ഒഴുകുന്ന നദി അത് ദുഷ്ടന്മാർക്കൊന്നോ ശിഷ്ടന്മാർക്കൊന്നോ ഭേദമില്ലാതെ എല്ലാവർക്കും ജലം പ്രാണനാകുന്ന ജലം എടുക്കാൻ പറ്റുന്ന തരത്തിൽ നദി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. സൂര്യൻ പ്രകാശിക്കുന്നു. സൂര്യൻ്റെ ഊർജവും പ്രകാശവും ദുഷ്ടന്മാർക്കൊന്നോ ശിഷ്ടന്മാർക്കൊന്നോ ഭേദമില്ലാതെ, നല്ലവനെന്നോ ചീത്തവനെന്നോ ഭേദമില്ലാതെ എല്ലാവർക്കും പ്രയോജനം ഭവിക്കുന്നു. എല്ലാവരും വളരുന്നു. അതുപോലെ തന്നെ മറ്റ് പ്രകൃതി വിഭവങ്ങളും, മഴ ക്രമം അനുസരിച്ച് വർഷം എല്ലായിടവും ഉണ്ടാകുന്നു. ദുഷ്ടരുള്ള ജനങ്ങളിൽ മഴ പെയ്യാതിരിക്കുന്നില്ല. ശിഷ്ടരുള്ള നല്ലവരുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ മഴ പെയ്യുന്നില്ല. എല്ലാവർക്കും ഭേദമില്ലാതെ പ്രകൃതിയിലെ സകല ചരാചരങ്ങൾക്കും സൂര്യപ്രകാശവും നദിയും ജലവും വർഷവും ആഹാരവും എല്ലാം ഈശ്വരൻ വാരി വിതറുന്നു. നന്മയാകുന്ന ഈശ്വരൻ വാരി വിതറുന്നു. അതിനെ മാതൃകയാക്കിക്കൊണ്ട് നാമും ജീവിക്കണം, നാമും പ്രവർത്തിക്കണം എന്നാണ് ഗുരു ഉദ്ബോധിപ്പിക്കുന്നത്. നെല്ലിനും നീര് വിട്ടീടിൽ അത് പുല്ലിനും പോയിരുന്നു. കല്ലിലത്രേ ജലം നെല്ലിൽ ചെല്ലും വഴി ചെറുക്കുകയിൽ. നന്മയാകുന്ന ജലത്തെ, സത്പ്രവൃത്തിയാകുന്ന ജലത്തെ ദുഷ്ടന്മാർക്കും കൂടി പ്രയോജനം ലഭിക്കും എന്ന് കരുതി നാം തടഞ്ഞു നിർത്തിയാൽ അത് കല്ലിൽ കെട്ടി നിൽക്കുന്ന ജലം പോലെ ആയിത്തീരും. നമുക്കൊരിക്കലും സ്വതന്ത്രമായി നന്മയെ കരുതി പ്രവൃത്തികളെ ചെയ്യാനേ കഴിയുകയില്ല. പ്രയോജനം എല്ലാവർക്കും ലഭിക്കട്ടെ. നല്ലവർക്കൊപ്പം ദുഷ്ടന്മാർക്കോ നല്ല ചിന്തയില്ലാത്തവർക്കോ ലഭിക്കട്ടെ. അവർക്കും പരിവർത്തനം ഉണ്ടാകട്ടെ എന്നു കരുതി നാം നന്മകളെ ഹൃദയത്തിൽ തടഞ്ഞു വെക്കാതെ, തടഞ്ഞു നിർത്താതെ ഏവർക്കും പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ പ്രവൃത്തിയിൽ കൊണ്ടുവരിക എന്നുള്ള വലിയ സദാചാരമാണ് ഗുരു ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. പേരും പ്രതിഭയും നല്ലോരാരുമേ കൈവിടില്ലത്, നേരറ്റ കൃപണർക്കുട്ടും ചേരാ നേരേ വിപര്യം. പേര്, പ്രതിഭ ഇവയൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അത് ലഭിച്ചു കഴിഞ്ഞാൽ സജ്ജനങ്ങളാകട്ടെ ദുർജനങ്ങളാകട്ടെ അതിനെ വിട്ടുകളയുകയില്ല. വിട്ടുകളയാൻ പ്രയാസമാണ്. പക്ഷേ അത് ചിലർക്ക് ചേരും, ചിലർക്ക് ചേരാതെ ഇരിക്കും. അതാണ് ഗുരു പറയുന്നത്. നേരറ്റ കൃപണർക്കൊട്ടും ചേരാ. നേരില്ലാത്ത, സത്യത്തിൻ്റെ വഴിയെ സഞ്ചരിക്കാത്ത കൃപണന്മാർക്ക് അതൊട്ടും ചേരുകയില്ല. നേരെ വിപര്യം. അവർക്ക് നേരെ വിപരീതമാകുന്ന ഫലത്തെ ചെയ്യുന്നതായിരിക്കും. കൃപണനെയും കൃപാലുവിനെയും ഗുരു ആത്മോപദേശ ശതകത്തിൽ കൃത്യമായും നിർവചിക്കുന്നുണ്ട്. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയകർമ്മം അവനു വേണ്ടി മാത്രം. ആരാണ് കൃപണൻ?
സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരാളെയാണ്, ഒരു സ്വാർത്ഥനെയാണ് കൃപണൻ എന്ന് ഗുരു നിർവചിക്കുന്നത്. സാധാരണ ലൗകിക ജീവിതം നയിക്കുന്നവരെല്ലാം വിചാരിക്കുന്നത് എങ്ങനെയാണ്? ഞാനെന്താണ്, ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കിപ്പോകുന്നു. ഞാൻ എൻ്റെ കാര്യം പോകുന്നതോടൊപ്പം നമ്മുടെ നിലനിൽപ്പിന് ആധാരമായ ഈ സമൂഹത്തിന് വേണ്ടി, ഈ പ്രപഞ്ചത്തിന് വേണ്ടി, ഇതിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടി, നമ്മുടെ സ്വന്തം സുഖത്തിന് ചെയ്യുന്ന പ്രവൃത്തികളെക്കാൾ കൂടുതൽ ചെയ്യാൻ നാം ബാധ്യസ്ഥരാണ് എന്ന തത്വമാണ് ഗുരു ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം ഗീതയിലൊക്കെ പറയും, പ്രപഞ്ചത്തിലാകവേ നടക്കുന്നത് മഹത്തായ ഒരു യജ്ഞം ആണ് എന്ന്. യജ്ഞമെന്നാൽ യാഗാഗ്നിയിലേക്ക് ഇദം ന മമ എന്നുള്ള മനോഭാവത്തോടു കൂടി ഹവിസുകൾ അർപ്പിക്കുകയാണ്. അപ്പോൾ ഈ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തിൽ സൂര്യനും ചന്ദ്രനും പൃഥ്വിയും ജലവും എല്ലാം തന്നെ സ്വന്തം നന്മയ്ക്കല്ലാതെ ലോകഹിതത്തിനായി കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, കർമ്മത്തിൽ മുഴുകുന്നു. സൂര്യനൊരിക്കലും പ്രകാശിക്കുന്നത് തനിക്ക് വഴി നടക്കാൻ വേണ്ടിയല്ല, സകല ചരാചരങ്ങൾക്കും ഊർജം ലഭിക്കുവാൻ വേണ്ടി പ്രകാശിക്കുന്നു. അതുപോലെ തന്നെ ഭൂമിയിലെ ഒരു കർഷകൻ കൃഷി ചെയ്ത വസ്തുക്കൾ മുഴുവനും, കൃഷി ചെയ്ത ആഹാരം മുഴുവനും താൻ കഴിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ലോക നന്മയ്ക്കായി, ലോകത്തിൻ്റെ വിശപ്പടക്കുവാൻ കൂടി വേണ്ടിയാണ് കർഷകൻ അധ്വാനിച്ച് കൃഷി ചെയ്യുന്നത്. ഒരധ്യാപകൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു, അത് ലോക നന്മയ്ക്കായിട്ടാണ്. സ്വാർത്ഥതയില്ലാതെ തൻ്റെ അധ്യാപന വൃത്തി എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുവാൻ ശ്രദ്ധിച്ചാൽ അത് ലോക നന്മയ്ക്ക് ആയി ഭവിക്കുന്നു. ഞാൻ സാലറി വാങ്ങുന്നു, കൃത്യം പീരീഡിൽ ഞാൻ പഠിപ്പിക്കുന്നു എന്നുള്ള മനോഭാവം വന്നാൽ അതിൽ സ്വാർത്ഥത ഉണ്ടാകും. മറ്റ് ഭേദഭാവനയില്ലാതെ എല്ലാവരിലേക്കും സ്വന്തം നന്മകളെ എത്തിക്കുക എന്നുള്ള തത്വമാണ് ഗുരു ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്താൽ നമുക്ക് വലിയതായ പേര് ഉണ്ടാകും, കീർത്തി ഉണ്ടാകും. നാം പ്രതിഭാധനന്മാരായി ലോകത്തറിയപ്പെടും, നമുക്ക് നല്ല പ്രതിഭയുണ്ടാകും. അതൊക്കെ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന, സമൂഹത്തിന് വേണ്ടി സ്വാർത്ഥം വെടിഞ്ഞ് പരോപകാരാർത്ഥം പ്രവർത്തിക്കുന്ന സജ്ജനങ്ങൾക്കുള്ളതാണ് പേരും പ്രതിഭയും എന്ന്. അത് നല്ലവരാരുമേ കൈവിടില്ലത്, നല്ലവർ അതിനെ കളഞ്ഞു കുളിക്കരുത്. കാരണം നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നന്മയെ നിതരാം പരിപോഷിപ്പിച്ചുകൊണ്ട് ആ നന്മ പൂർവാധികം ശക്തിമത്തായി നല്ല ഉദ്ദേശത്തോടു കൂടി തുടരുക തന്നെ ചെയ്യുക. സ്വാർത്ഥമതികളായ കൃപണന്മാരെ പോലെ അവർക്കൊരിക്കലും അവരോടുകൂടി ഈ പ്രതിഭ, ഈ പേര് അവർക്കൊരിക്കലും ചേരുകയില്ല എന്നാണ് ഗുരു ഓർമ്മിപ്പിക്കുന്നത്. നേരറ്റ കൃപണർക്കൊട്ടും ചേരാ നേരെ വിവരയും. നേരില്ലാത്ത, സത്യമെന്തെന്ന് അറിയാത്ത, ധർമ്മം എന്തെന്നറിയാത്ത സ്വാർത്ഥ ബുദ്ധികൾക്ക് ഈ വക നന്മകൾ ഒരിക്കലും ചേരില്ല എന്ന് ഗുരു ഓർമ്മിപ്പിക്കുന്നു. പിന്നെ പറയുന്നു, ഒന്നുണ്ടു നേരില്ല, ഇതൊന്നും മർത്യർക്കു സത്യവും ധർമ്മവും വേണമായുസ്
നിൽക്കുകില്ലാർക്കുമോർക്കുക. ഒന്നുണ്ട് നേര്. ഈ ലോകത്ത് സത്യമായിട്ടുള്ളത്, പരമാർത്ഥമായിട്ടുള്ളത്, ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ളത് ഒരേ ഒരു സത്യമാണ്. ഈ പ്രപഞ്ചത്തിന് ആധാരമായ സകല സമസ്ത പ്രപഞ്ചങ്ങളെയും നിലനിർത്തുന്ന പരമമായ സത്യം, പരമമായ ഈശ്വരൻ. അതുമാത്രമേ സത്യമായിട്ടുള്ളൂ. അതിനാണ് ഗുരു ഓർമ്മിപ്പിക്കുന്നത്, ഒന്നുണ്ട് നേര്. ഈ ലോകത്ത് നേരായിട്ടുള്ളത് ഒന്നേയുള്ളൂ. നാം കണ്ണുകൊണ്ട് കാണുന്ന നിഖില പ്രപഞ്ചവും അദ്വൈത ദർശനം അനുസരിച്ച് മരുഭൂമിയിൽ കാണുന്ന കാനൽ ജലം പോലെ ഇല്ലാത്തതാകുന്നു എന്നാണ്. ഈശ്വരനാകുന്ന സ്ക്രീനിൽ പ്രതിഫലിക്കുന്ന അനേക ദൃശ്യജാലങ്ങളാണ് ഈ പ്രപഞ്ചം ഒക്കെയും തന്നെ. എപ്പോഴാണോ ലൈറ്റ് ഓഫാകുന്നത് അപ്പോൾ സ്ക്രീനിലെ ദൃശ്യങ്ങൾ ഇല്ലാതാകുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ സകല ദൃശ്യങ്ങളും ഈശ്വര സ്വരൂപത്തെ അറിയുമ്പോൾ, മായാഭ്രമം നീങ്ങുമ്പോൾ ഒരു ജ്ഞാനിക്ക്, ഒരു സത്യദർശിക്ക് ഇല്ലാതെയാകുന്നു. അത് ഗുരുവിനുണ്ടായ സത്യ അനുഭവമാണ്. ആ സത്യ അനുഭവത്തിൽ നിന്നാണ് ഗുരു പറയുന്നത്, ഒന്നുണ്ട് നേര്. നേരായിട്ടുള്ളത് ഒരേ ഒരു പരമസത്യമേ ഉള്ളൂ, ഒരേ ഒരു ഈശ്വര സത്ത മാത്രമേ ഉള്ളൂ. ഇതൊന്നും നേരല്ല. നാം കണ്ടുകൊണ്ടിരിക്കുന്നതായ, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ച പ്രതിഭാസം നേരേ അല്ല. ഈ തത്വം നിങ്ങൾ നിരന്തരം വിചിന്തനം ചെയ്ത് മനസ്സിലാക്കൂ എന്ന് ഗുരു ആഹ്വാനം ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, ഈ സത്യത്തിലേക്ക് അടുക്കുവാൻ മർത്യർക്ക് സത്യവും വേണം. ഈ പരമമായ സത്യത്തെ നാം ജീവിതത്തിലൂടെ പടിപടിയായി അറിയണം എങ്കിൽ, മനസ്സിലാക്കണം എങ്കിൽ നമുക്കെന്ത് വേണം? നമുക്ക് സത്യം വേണം. നമ്മുടെ ജീവിതത്തിൽ പറയുന്ന ഓരോ വാക്കിലും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും സത്യം നിറഞ്ഞതായിരിക്കണം. പിന്നീട് വേണം ധർമ്മവും വേണം. ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം തന്നെ ധർമ്മ അനുസാരിയായിരിക്കണം. ആ ധർമ്മത്തിൻ്റെ ഭാഗമാണ് മുൻപ് പറഞ്ഞ നല്ലതല്ലാത്ത കാര്യങ്ങൾ മറക്കുക എന്നുള്ളതും നല്ല കാര്യങ്ങളെ മറക്കാതിരിക്കുക എന്നുള്ളതും. പിന്നെ പറയുന്നു, ആയുസ് നിൽക്കുകയില്ല ആർക്കും ഓർക്കുക. ആയുസ് ആർക്കും നിലനിൽക്കുന്നതല്ല. നമ്മൾ കൊണ്ട് നടക്കുന്നതായ ഈ ശരീരത്തിൽ നിന്ന് തൻ്റേതെന്നും താനെന്നും അഭിമാനിച്ച് താതാത്മ്യപ്പെട്ട് നിൽക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് എപ്പോഴാണ് പ്രാണൻ വിട്ടുപോകുന്നതെന്നും ഈ ശരീരം എപ്പോഴാണ് നിബദിക്കുന്നതെന്നും നിലത്ത് വീണു പോകുന്നതെന്നും നമുക്കറിയാൻ സാധിക്കില്ല. എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. അതാണ് പറയുന്നത്, നമ്മുടെ ആയുസ്സിനെക്കുറിച്ച് കൃത്യമായി ഇന്ന ആയുസ് വരെ നാം ജീവിച്ചിരിക്കുമെന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. ആയുസ് ആർക്കും നിൽക്കുന്നതല്ല, ആരുടെയും കയ്യിൽ നിൽക്കുന്നതല്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന അത്രയും കാലം, ശ്വാസം ഉള്ള അത്രയും സമയം ശ്വാസത്തോടൊപ്പം നല്ല പ്രവൃത്തികളും കൂടി സാംശീകരിക്കുക, നല്ല പ്രവൃത്തികളും കൂടി ജീവിതത്തിൽ ആചരിക്കുക എന്നാണ് ഗുരു ഓർമ്മിപ്പിക്കുന്നത്. ഒന്നുണ്ടു നേരു നേരല്ലിതൊന്നും മർത്യർക്കു സത്യവും ധർമ്മവും വേണമായുസ്സു നിൽക്കുകില്ലാർക്കുമോർക്കുക. ദത്താപഹാരം വംശ്യർക്കും അത്തലേ കീടുമെന്നത് വ്യർത്ഥമല്ല പുരാഗീര് ഇതെത്രയും സത്യമോർക്കുക. വലിയൊരു ഭാവത്തെയാണ് ഗുരു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ദത്താപഹാരം എന്ന് പറയും. ദത്തമായതിൻ്റെ അപഹാരം. ഒരാൾക്കൊരു വസ്തുവിനെ കൊടുത്തു കഴിഞ്ഞു,
കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ദത്തമാണ്. കൊടുത്ത ഒരു വസ്തു, അതിൻ്റെ അപഹാരം, അതിനെ പിൻവലിക്കുക, തിരിച്ചെടുക്കുക എന്നുള്ളതാണ് ദത്താപഹാരം എന്ന പാപം. ഇത് വംശ്യർക്കും അത്തലേകിയിടുന്ന വലിയ ഒരു പാപം ആണ്. ഇത് പുരാഗീരാണ്. മുൻപേ ഋഷീശ്വരന്മാർ, ജ്ഞാനികൾ, തത്വദർശികൾ, സത്യദർശികൾ പറഞ്ഞിട്ടുള്ള പുരാഗീരാണ് ഇത്. ഇതെത്രയും സത്യമാണെന്ന് ഗുരു നമ്മെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഈ പുരാഗീര്, ദത്താപഹാരം വംശ്യർക്കും അത്തലേകിയിടും എന്ന പുരാഗീര് എത്രയും സത്യമാണെന്ന് ഗുരു നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നു. അതിന് ഉദാഹരണങ്ങൾ പുരാണങ്ങളിലും മറ്റും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് ഗുരു പറയുകയാണ്, കൊടുത്തത് തിരിച്ചങ്ങോട്ടെടുക്കുന്നവനെത്രയും നിസ്വനാമവനെക്കാളും നിസ്വനില്ലാരുമൂഴിയിൽ. ഒരാൾക്ക് കൊടുത്തതിന് സ്വമനസാ ദാനം ചെയ്ത ഒരു വസ്തുവിനെ ഒട്ടും നാണമില്ലാതെ, ഒട്ടും സങ്കുചിത ചിന്തയില്ലാതെ അതിനെ തിരിച്ചെടുക്കുന്നവൻ എത്രയും നിസ്വനാണ്. സ്വം എന്നാൽ ധനം എന്നാണ്, നിസ്വൻ എന്നാൽ ധനമില്ലാത്തവൻ. അവനെപ്പോലൊരു ദരിദ്രൻ ലോകത്തില്ല. മനസ്സിൽ ദാരിദ്ര്യമുള്ളവൻ, പുറമെ ധാരാളം സമ്പത്തും സുഖ സൗകര്യങ്ങളും അനുഭവിക്കുമ്പോഴും മനസ്സിൽ നിന്ന് ദാരിദ്ര്യം വിട്ടുമാറാത്തവനാണ് ദരിദ്രൻ എന്ന് പറയുക. പുറമേ ചുറ്റുപാടുകളും സമ്പത്തുകളും ഒന്നും അധികം ഇല്ലെങ്കിലും മറ്റുള്ളവർക്ക് സമൃദ്ധമായി കൊടുക്കുന്നവൻ ഉണ്ടെങ്കിൽ അവൻ സമ്പന്നൻ തന്നെയാണ്. അവൻ മനസ്സിൽ സമ്പന്നനാണ്. കാരണം അവൻ്റെ സമ്പന്നനായതുകൊണ്ടാണ്, അവൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഉള്ളതിൽ നിന്നും എല്ലാവർക്കും അവന് കൊടുക്കുവാൻ സാധിക്കുന്നത്. പക്ഷെ ഒരുവൻ സമ്പന്നനായി ഇരിക്കുമ്പോഴും അവന് കിട്ടണം എന്നുള്ള മനസ്സ് തൃപ്തമല്ല, മനസ്സ് ദരിദ്രമാണെങ്കിൽ അവൻ്റെ ഹൃദയം ഒരിക്കലും നിറയുകയില്ല, അവൻ്റെ ഹൃദയം സമ്പന്നം ആവുകയില്ല, അവനൊരിക്കലും കൊടുക്കാനും സാധിക്കുകയുമില്ല. അങ്ങനെ ധനികനും ദരിദ്രനും മനസ്സിൻ്റെ നന്മയും തിന്മയും അനുസരിച്ച് നിലനിൽക്കുമ്പോഴും കൊടുത്തതിനെ ഒരുവൻ തിരിച്ചെടുക്കുകയാണെങ്കിൽ, ഒരുവന് കൊടുത്തത് നന്മയില്ലാതെ അവൻ തിരിച്ചെടുക്കുകയാണെങ്കിൽ അവനേക്കാളും നിസ്വൻ മറ്റാരും ഊഴിയിൽ ഇല്ല എന്നാണ് ഗുരു പറയുന്നത്. അവനാണ് ഏറ്റവും വലിയ ദരിദ്രൻ. കാരണം എന്താണ്? അവൻ്റെ ഹൃദയത്തിൽ സമൃദ്ധിയില്ല. ഒരു വേള അവൻ കൊടുത്തതിനെ ആ നന്മയുടെ എല്ലാം നിഷ്പ്രഭം ആക്കിക്കൊണ്ട് അവൻ തിരിച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ കൊടുത്തത് തിരിച്ചങ്ങോട്ട് എടുക്കുന്നവൻ എത്രയും നിസ്വനാം, അവനെക്കാളും നിസ്വൻ ഇല്ലാരും ഒഴിയും. അപ്പോൾ ഗുരുവിൻ്റെ ജീവിതകാലത്ത് തന്നെ പലരും ഗുരുവിന് വേണ്ടി പലതും സമർപ്പിക്കുകയും പിന്നീട് കൊടുത്ത സമ്പത്തിൽ മനസ്സിൻ്റെ ആശ വിട്ടുപോകാഞ്ഞ് അതിനെയൊക്കെ തിരിച്ചെടുക്കുകയും ചെയ്ത സന്ദർഭങ്ങൾ അനേകം ജീവചരിത്രങ്ങളിൽ കാണാം. അപ്പോൾ അതൊക്കെ എത്ര കണ്ട് പാപമാണ്, എത്ര കണ്ട് സദാചാരത്തിന് നിരക്കാത്തതാണ് എന്നൊക്കെ ഗുരു ഈ ധർമ്മ തത്വത്തിലൂടെ സമൂഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ധർമ്മസ്വരൂപനായ ആ ഈശ്വരനിൽ, ആ ദൈവത്തിൽ നമുക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ ഓരോ പ്രവൃത്തിയും ധർമാനുസാരി ആക്കേണ്ടതുണ്ട്. ആ ധർമാനുസാരിയായി നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് പരമപ്രകാശമായ ആ വലിയ നന്മയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഗുരുവിൻ്റെ ധർമ്മം. ആ ധർമ്മത്തെ ഗുരു ഒരു കൃതിയായി, സദാചാരം എന്ന കൃതിയായി നമ്മളിലേക്ക് ഒഴുക്കി തന്നിരിക്കുകയാണ്. അത് വീണ്ടും വീണ്ടും മനനം ചെയ്യുമ്പോഴും ആ അമൃതത്തെ പാനം ചെയ്യുമ്പോഴും നമ്മളിൽ സദ്ധർമ്മങ്ങൾ
വിളയുകയും അവ നമ്മുടെ ജീവിതത്തിൽ ഫലപുഷ്ടിയോടുകൂടി നിലനിൽക്കുകയും ചെയ്യും. എല്ലാവർക്കും മംഗളകരമായ ജീവിതം ആശംസിക്കുന്നു. നമോ